ഇനി നമുക്ക് വയനാടൻ മീൻകറി ഉണ്ടാക്കാം. അതിനായിട്ട് ചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ നന്നായി പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച 2 തക്കാളി, ചീന്തിയ പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ചീന്തിയതാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു വയനാട് സ്റ്റൈൽ മീൻ കറിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊന്ന് മൂടി വെച്ചാൽ അത് നന്നായിട്ട് ഇങ്ങനെ പറ്റി കുറുകി വരും. പിന്നെ നമ്മളതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കാതിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു പിടി പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിപ്പോൾ നമ്മളതിലേക്ക് ഒഴിച്ചു. അതിനി അവിടെ കിടന്ന് തിളച്ച് വരട്ടെ. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. 2 പച്ചമുളക് ഇട്ടുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയായിട്ട് കുറച്ചിട്ടത്. പിന്നെ നമ്മൾ കാശ്മീർ മുളക് പൊടിയാണ് ഇടുന്നത്. അതിന് പിന്നെ എരിവൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി അതിലേക്ക് ഇട്ടു. ശേഷം അത് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, കല്ലുപ്പാണ് ഇട്ടത്, അതിട്ട് കൊടുത്തു. ശേഷം അത് തിളച്ച് വന്നതിന് ശേഷം നമ്മളതിലേക്ക് മീൻ ഇട്ട് കൊടുത്തു. ആഗോലിയാണ് കേട്ടോ മീൻ. ആഗോലി ഇട്ട് കൊടുത്തു. ഇനി അത് നമ്മൾ എല്ലാ ആഗോലി കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുത്തു. ശേഷം നമ്മളത് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ അത് ആഗോലിയൊക്കെ ഇട്ട് കൊടുത്തു. അത് മൂടി വെക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന മീൻ കറിയാണ്. തിളച്ച് വന്നിട്ടുണ്ട്. പുകയൊക്കെ സൈഡിലൂടെയൊക്കെ വരുന്നുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറി. പിന്നെ നമ്മൾ തിളച്ച് വരുമ്പോൾ എപ്പോഴും ഉമ്മ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അത് മീൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ നല്ലതാണെന്നാണ് ഉമ്മ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കി കൊടുത്തു. ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പൊറോട്ടയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ മീൻ കറി.